നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ വാസുദേവൻ, ഫൗണ്ടർ ഡയറക്ടർ IDRP തിരുവനന്തപുരം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ ഡയബറ്റീസിലെ ഏറ്റവും വളരെ കോമൺ ആയിട്ട് ഉള്ള ഒരു വിഷയമാണ്. അതായത് നമ്മുടെ രക്തക്കുഴലുകളെയാണ് ഏറ്റവും അധികം ആദ്യം ഈ ഡയബറ്റീസ് ബാധിക്കുന്നത്. ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ രക്തക്കുഴലുകളെ ബാധിച്ചാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കും. അത് നമുക്കെല്ലാം അറിയാം. അപ്പോൾ ഈ രക്തക്കുഴലുകൾ രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് വലിയ രക്തക്കുഴലുകളും ചെറിയ രക്തക്കുഴലും, മൈക്രോ വാസ്കുലർ ആൻഡ് മാക്രോ വാസ്കുലർ. അപ്പോൾ ഈ രക്തക്കുഴലുകളുടെ ഘടന എന്ന് പറയുന്നത് അതിനകത്ത് രക്തക്കുഴലിൻ്റെ അകത്ത് ഒരു ആർട്ടറീസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ അകത്ത് ഒരു എൻഡോത്തീലിയൽ ലൈനിങ് ഉണ്ട്. അത് കഴിഞ്ഞ് സ്മൂത്ത് മസിൽ ഫൈബർ, വൈറ്റ് മസിൽ, സ്മൂത്ത് മസിൽ ഫൈബർ ഉണ്ട്. ഇതാണ് ശരിക്കും യഥാർത്ഥത്തിൽ ഉള്ള, പിന്നെ അതിൻ്റെ മുകളിലുള്ള ലേയേഴ്സും. ശരിക്കും ഇത്രയൊക്കെ ഉള്ളൂ, കുറച്ച് സെൽസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് നമ്മുടെ അകത്തുള്ള ആ എൻഡോത്തീലിയൽ സെൽസും സ്മൂത്ത് മസിൽ സെൽസുമാണ്. അപ്പോൾ ഈ സ്മൂത്ത് മസിൽ സെൽസാണ് നമ്മുടെ എലാസ്റ്റിസിറ്റി നിലനിർത്തുന്നത്. നമ്മുടെ രക്തക്കുഴലുകളൊക്കെ ആർട്ടറീസ് എന്ന് പറയുന്ന രക്തക്കുഴലുകൾ, അതായത് ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾ ഇലാസ്റ്റിക് റബ്ബർ ബാൻഡ് പോലെയാണ്, റബ്ബർ കുഴലുകൾ ട്യൂബ് പോലെയാണ്. അപ്പോൾ ആ എലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ സ്മൂത്ത് മസിൽ ഫൈബേഴ്സാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു എൻഡോത്തീലിയൽ ലൈനിങ് ആണ്. അതേസമയം ഈ ചെറിയ മൈക്രോ കാപ്പിലറീസിൽ, മൈക്രോ കാപ്പിലറീസിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഒരു സെല്ലിൻ്റെ കനമേ ഉള്ളൂ. അതായത് ഒരു എപ്പിത്തീലിയൽ സെൽ ലൈനിങ് കൊണ്ടാണ് ഈ മൈക്രോ കാപ്പിലറി ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു എൻഡോത്തീലിയൽ ലൈനിങ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ, സ്മൂത്ത് മസിലൊന്നുമില്ല. അപ്പോൾ അത്രയും തിന്നായിട്ടുള്ള മൈക്രോ കാപ്പിലറീസ്. അപ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്, മൈക്രോ വാസ്കുലേച്ചറും ഉണ്ട്, അതേസമയം മാക്രോയും ഉണ്ട്. ഇതിൽ നമ്മുടെ പിന്നെ ഹാർട്ട്, അതേപോലെ ബ്രെയിന്, നമ്മുടെ ഈ പെരിഫറൽ വാസ്കുലർ, ശരീരത്തിലെ കൈയും കാലും പെരിഫറൽ വാസ്കുലേച്ചർ എല്ലാം രണ്ടും ഉണ്ട്. മാക്രോ വാസ്കുലേച്ചറും ഉണ്ട്, മൈക്രോ വെസൽസും ഉണ്ട്. അതേസമയം നമ്മുടെ റെറ്റിനയും പിന്നെ അതേപോലെ കിഡ്നി, ഇത് രണ്ടിടത്തും മൈക്രോ വാസ്കുലേച്ചർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയാണ് ഈ ഡയബറ്റീസ് ബാധിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ സ്ട്രക്ചറിനെയാണ് ഡയബറ്റീസ് ബാധിക്കുന്നത്. ഈ ഡയബറ്റീസ് വന്നതുകൊണ്ട് നമുക്കെല്ലാം അറിയാം, ഗ്ലൂക്കോസ് മെറ്റബോളിസം ബാധിക്കുന്നുണ്ട്, ലിപ്പിഡ് മെറ്റബോളിസം ബാധിക്കുന്നുണ്ട്. അപ്പം ഈ ഗ്ലൈക്കോടോക്സിസിറ്റിയും ഉണ്ട്, ലിപ്പിഡ് ടോക്സിസിറ്റിയും ഉണ്ട്. ഇതൊക്കെ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ ചില കൺട്രോൾ സ്റ്റേഷൻസ്, അതായത് റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം, അതേപോലെ പിന്നെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, ഇതിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യും. നമ്മുടെ രക്തക്കുഴൽ കംപ്രസ്ഡ് ആവുകയും ബ്ലഡ് പ്രഷർ കൂടുകയും അതിൻ്റെ ബ്ലഡിൻ്റെ വോളിയം നിയന്ത്രിക്കുകയും ബ്ലഡ് വോളിയം കുറയുക, കൂടുക. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ മൊത്തം വാസ്കുലേച്ചറിനെ ബാധിക്കും. ഇതെല്ലാം ഡയബറ്റീസ് ആണ് ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഡയബറ്റീസ് ഹാർട്ടിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹാർട്ട് ഇതിൽ മെയിനായിട്ടും ഡയബറ്റിക് കാർഡിയോമയോപ്പതി എന്നാണ് പേര് പറയുന്നതെങ്കിലും മെയിനായിട്ട് ഇത് ബാധിക്കുന്ന ഈ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി, ഹാർട്ടിൻ്റെ ലെഫ്റ്റ് വെൻട്രിക്കിൾ സൈസ്, കാരണം ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത് അതാണല്ലോ, അതിൻ്റെ സൈസ് ക്രമാതീതമായി വളർന്നു വരിക. പിന്നെ ഈ മയോകാർഡിയം, അതായത് ഈ നമ്മുടെ ഹാർട്ട് ഉണ്ടാക്കിയിരിക്കുന്ന മസിൽസ്, അത് ഫൈബ്രോസിസ് ആവുക, അതിൻ്റെ പ്രവർത്തനം കുറയും, ചുരുങ്ങും. പിന്നെ സെൽ നെക്രോസിസ്, അവിടെ ഇവിടെയും സ്പോട്സ് വരും, അതായത് രക്തം കിട്ടാതെ വന്നിട്ട് അവിടെ ആ സെൽസ് നശിച്ചു പോകും, കേടായി പോകും, ചത്തുപോകും. അത് സെൽ നെക്രോസിസ് എന്ന് പറയും. പിന്നെ അങ്ങനെ നമ്മുടെ ഹാർട്ട് മസിലിൽ മൊത്തത്തിൽ സ്ട്രക്ചറിൽ തന്നെ വ്യത്യാസം, അതിൻ്റെ ഷേപ്പ് തന്നെ അങ്ങ് മാറും. അപ്പോൾ ഇതെല്ലാം രക്തക്കുഴലിൽ വരുന്ന ചേഞ്ചസ് ആണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ എൻഡോത്തീലിയൽ ഡാമേജ് വരും. എൻഡോത്തീലിയൽ ഡാമേജ് വരുമ്പോൾ അവിടെ കുറച്ച് ഭാഗത്ത് ഈ പിന്നെ അത് കേട് വന്നിട്ട് അവിടെ നമ്മുടെ ഈ കൊളസ്ട്രോൾ അവിടെ ഡെപ്പോസിറ്റ് ആവും. അത് ഡെപ്പോസിറ്റ് ആയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ എൻഡോത്തീലിയൽ ഈ സ്മൂത്ത് മസിൽ സെൽസ്, വലിയ രക്തക്കുഴലിലെ സ്മൂത്ത് മസിൽ സെൽസ്
അതിൻ്റെ മുകളിൽ കൂടെ കവറാണ്. അങ്ങനെ കവറായി ഇരുന്ന് അതിൻ്റെ മുകളിൽ ഒരു എൻഡോത്തീലിയൽ ലൈനിങ്ങും ഒക്കെ വരും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം പൊട്ടിപ്പോയിട്ട് ഈ സ്മൂത്ത് മസിൽ കവറിങ് പോയിട്ട് ഈ ഫാറ്റും ബ്ലഡും എല്ലാം കൂടെ ഇങ്ങോട്ട് വരുന്നിട്ട് ആ ബ്ലഡ് വെസലിൻ്റെ ആ വോളിൽ ഡാമേജ്. ഇത് രക്തത്തിൽ കൂടെ പോയി അടിഞ്ഞ് ചിലപ്പോൾ ബ്രെയിനിലോ എവിടെയെങ്കിലും ഒക്കെ പോയി ത്രോംബോസിസും അതുപോലുള്ള സ്ട്രോക്കും മറ്റു കാര്യങ്ങളും ഒക്കെ വരാം. പിന്നെ രണ്ടെന്ന് പറയുന്നത് ഇത് ഈ ഫൈബ്രോസിസ് വരും. ഫൈബ്രോസിസ് വന്നിട്ട് ആ അത്രയും ഭാഗത്തെ രക്തക്കുഴൽ ചുരുങ്ങി നേരമായി ആ ഭാഗത്തൂടെ രക്തം ഓടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് അതെറോസ്ക്ലിറോസിസ് എന്ന് പറയും. ഈ അതെറോസ്ക്ലിറോസിസ് നമുക്ക് അളക്കാനായിട്ട് രക്തത്തിൽ ഒരു സാധനമുണ്ട്, ഓസ്റ്റിയോപോണ്ടിൻ എന്ന് പറയും, OPM. ഇതിൻ്റെ അളവ് നമ്മൾ രക്തപരിശോധന നടത്തി കഴിഞ്ഞാൽ ഇത് ഒരു ലെവലിൽ കൂടുതൽ ഏജ് അനുസരിച്ച് ഓരോ വേരിയേഷൻസ്, അതിൻ്റെ വേരിയേഷൻ അതിനനുസരിച്ച് കൂടുതലാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ രക്തക്കുഴലുകളിൽ അല്ലെങ്കിൽ ഹാർട്ടിലോ അല്ലെങ്കിൽ വൃക്കയിലോ ഒക്കെ ഈ പിന്നെ അതെറോസ്ക്ലിറോസിസ് ഉണ്ട്, നമ്മൾ സൂക്ഷിക്കണം എന്ന് ഒരു ക്ലിയർ ഇൻഡിക്കേഷൻ ഈ ഓസ്റ്റിയോപോണ്ടിൻ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ അടുത്തത് നമ്മുടെ ബ്രെയിനിനെ എങ്ങനെയാണ് ഈ ഡയബറ്റീസ് ബാധിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ബ്രെയിനിനെ ഡയബറ്റീസ് ബാധിക്കുന്ന ഡയബറ്റിസ് എൻകഫലോപ്പതി എന്നാണ് പൊതുവെ പറയുന്നത്. പക്ഷെ അവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഈ മൈക്രോ സർക്കുലേഷനും ഉണ്ട്, മാക്രോ സർക്കുലേഷനും ഉണ്ട്. അത് വലിയ രക്തക്കുഴലും ഉണ്ട്, ചെറിയ രക്തക്കുഴലും ഉണ്ട്. ചെറിയ രക്തക്കുഴൽ കാപ്പിലറീസ് ആണ്, വളരെ കനം കുറഞ്ഞതാണ്. അവിടെ ഇത് അടയുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് വരും. അതുപോലെ ചില ഏരിയാസ്, ബ്രെയിനിലെ ചില ഏരിയാസ് അവിടെ രക്തം കിട്ടാതെ അത് നശിച്ചു പോകുമ്പോൾ ആ ഏരിയാസ് എന്ത് പ്രവർത്തനമാണോ ചെയ്യുന്നത് അത് ഇല്ലാതാവും. അപ്പോൾ ഡിപ്രഷൻ വരാം, ഡിമെൻഷ്യ വരാം, ഇതൊക്കെയാണ് സാധാരണ വരുന്നത്. അപ്പോൾ ഇത് ഡയബറ്റീസ് ഉണ്ടാക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അവിടെ ഈ പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ, പ്ലേറ്റ്ലെറ്റ് ലെയർ കൂടെ കട്ട പിടിക്കും. എന്നിട്ട് അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകും. ഇൻഫ്ലമേഷൻ ഉണ്ടായി ഈ സെറിബ്രത്തിലേക്ക് പോകുന്ന ബ്ലഡ് ഫ്ലോ അടയുകയും അവിടെ നെക്രോസിസും ഈ നേരത്തെ പറഞ്ഞ സെൽ ഡെത്തും ടിഷ്യൂ ഡാമേജും ഒക്കെ ഉണ്ടാകും. ഇതിനെ മൊത്തത്തിൽ പറയുന്നതാണ് എൻകഫലോപ്പതി എന്ന് പറയുന്നെങ്കിൽ ഇതിന് നമ്മൾ മെയിനായിട്ട് വരുന്ന ആദ്യത്തെ ലക്ഷണങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾ അത് ഒരു വിദഗ്ധ പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. ആദ്യമായിട്ട് മെമ്മറി ലോസ്. അപ്പം പലരും വിചാരിക്കും വയസ്സായതുകൊണ്ട് മെമ്മറി കുറയുന്നതാണ്. അങ്ങനെയല്ല. ഡയബറ്റീസ് ഉള്ളവരിൽ ലോസ് ഓഫ് മെമ്മറി വരുന്നുണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ശ്രദ്ധ കുറയുക. ഒരിടത്ത് ചുമ്മാ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ 100 വായിച്ച് തീർക്കാൻ പറ്റുന്നില്ല. ഡിഫിക്കൽട്ട് കോൺസെൻട്രേഷൻ, ഉറക്കം വരിക പെട്ടെന്ന്. ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉറങ്ങി വീഴുക. പേഴ്സണാലിറ്റി ചേഞ്ചസ്, പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് സന്തോഷം വയ്ക്കുക, പെട്ടെന്ന് ദുഃഖം വരിക. നമുക്ക് തന്നെ വീട്ടിലുള്ളവർക്ക് തന്നെ എന്ത് പെട്ടെന്ന് പേഴ്സണാലിറ്റി ചേഞ്ച് വരുന്നു. പിന്നെ ഒരു കൺഫ്യൂഷൻ വരിക. എല്ലാ കാര്യത്തിലും നീ പറഞ്ഞത് എന്താ എനിക്ക് മനസ്സിലായില്ലല്ലോ, എല്ലാം ഒന്ന് മനസ്സിലാക്കാനായിട്ട് സമയമെടുക്കുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഡയബറ്റീസ്, ലോങ് സ്റ്റാൻഡിങ് ഡയബറ്റീസ് ഉള്ളവരിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പരിശോധന നടത്തണം. അതെങ്ങനെയെങ്കിലും കുറയ്ക്കാനുള്ള സംവിധാനം ചെയ്യണം. വർഷങ്ങളായിട്ട് മരുന്നുകളോ ഇൻസുലിനോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളിത് ശ്രദ്ധിക്കുക. കുറേ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉണ്ട്, മരുന്നുകളൊക്കെ ഉണ്ട്. പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ കുറയ്ക്കണം. പിന്നെ അതേപോലെ ഒരുപാട് പെട്ടെന്ന് സിംറ്റംസ് ഒക്കെ കുറയ്ക്കാനുള്ള മരുന്നുകൾ. എങ്കിലും പ്രാഥമികമായി നിങ്ങൾ ചെയ്യേണ്ടത് ഡയബറ്റീസ് നിങ്ങളൊരു ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് നിർത്താതിരിക്കുക. ഒരു ലൈഫ് ലോങ് ഡിസീസായിട്ട് അതിനെ കൊണ്ടുപോകാതെ അതിനെ റിവേഴ്സ് ചെയ്യുക, അതിനെ മാറ്റുക. നമ്മൾ ചെറിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തിയാൽ തന്നെ ഈ ഡയബറ്റീസ് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇതിലെ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്ക് ഒരു 55-60 വയസ്സ് കഴിഞ്ഞ് ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നാച്ചുറലി നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാകും ബാക്കിയുള്ള ജീവിതം തീർക്കാനായിട്ട്. അപ്പം അങ്ങനെ ഒരു ഇത് വരാതെ നമ്മുടെ ജീവിതത്തിൻ്റെ സായാഹ്നം വളരെ സന്തോഷപ്രദമായിട്ടും ആരോഗ്യപ്രദമായിട്ടും
നമ്മൾ സമാധാനപരമായിട്ട് നമുക്ക് ഈ ശരീരം വിട്ട് പോകണം എന്നുണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഡയബറ്റീസ് നേരത്തെ തന്നെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ച് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നോക്കിയാൽ മതി. ഒരു ഡയബറ്റീസ് റിവേഴ്സൽ സെന്ററിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഷ്പ്രയാസം 1 വർഷം കൊണ്ട് ഇത് ചെയ്യാൻ കഴിയും. ഇനി വൃക്കയിൽ നമുക്ക് എന്താണ് വരുന്നത് നോക്കാം. ഡയബറ്റീസ് വൃക്കയിൽ എന്തൊക്കെയാണ് ചേഞ്ചസ്? ഈ ഡയബറ്റീസ് രോഗികളിൽ 10-15 വർഷം മരുന്ന് കഴിച്ചവരിൽ 50% പേർക്കും വൃക്ക രോഗം വരാറുണ്ട്. ക്രോണിക് കിഡ്നി ഡിസീസ് വരാറുണ്ട്. അതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. വൃക്കയിൽ ഞാൻ നേരത്തെ പറഞ്ഞു മൈക്രോ വാസ്കുലേച്ചറിനെയാണ് ബാധിക്കുന്നത്. മൈക്രോ എന്ന് പറഞ്ഞാൽ കാപ്പിലറീസ്. ഒരു കാപ്പിലറിയുടെ കനമെന്ന് പറഞ്ഞാൽ ഒരു എപ്പിത്തീലിയൽ സെല്ല് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാലേ കാണാൻ പറ്റും. അത്ര കനം കുറഞ്ഞതാണ്. അതിൻ്റെ അകത്ത് ഒരു എൻഡോത്തീലിയൽ ലൈനിങ്ങും ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ ഈ കൺട്രാക്ഷൻ ബാക്കിയൊക്കെ നിയന്ത്രിക്കുന്നത് മറ്റ് എക്സ്ട്രാ വാസ്കുലേച്ചർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതൊരു ബണ്ടിലായിട്ടാണ് ഒരുമിച്ച് പോകുന്നത്. അപ്പൊ അതിന്റെ ഈ വാസ്കുലേച്ചറിന്റെ പുറത്തുള്ള സാധനങ്ങളാണ് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതില് വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഗ്ലോമറൂലർ ഹൈപ്പർട്രോഫി വരും. ഗ്ലോമറൂലസ് എന്ന് പറയുന്ന ഒരു സാധനം 8ാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്ന സാധനമാണ് അല്ലെ. രക്തത്തിൽ നിന്ന് ബാക്കി സെൽസിനെ അരിച്ചെടുത്ത് ബാക്കി വേസ്റ്റ് അരിച്ച് കളയുന്ന ഒരു അപ്പാരറ്റസ്. ഇതൊക്കെ നമുക്ക് കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിക്കും. അപ്പൊ അതിന്റെ മോൾസ് തിക്കൻ ചെയ്യും, കട്ടി കൂടും, എലാസ്റ്റിസിറ്റി കുറയും. എലാസ്റ്റിസിറ്റി കുറയുമ്പോൾ എന്ത് പറ്റും? അതിൽ കൂടെ സെൽസ് ലീക്ക് ചെയ്ത് തുടങ്ങും. ആ ബേസ്മെന്റ് മെമ്പറൈനൊക്കെ കട്ടിയാവും. അപ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നത്, സെൽസ് നഷ്ടപ്പെടുന്നത്, നമ്മൾ വീക്കാവും. അപ്പൊ എന്ത് പറ്റും? നമ്മൾ പറയാം ആ വൃക്കയുടെ ജോലി ചെയ്യുന്നില്ല. അപ്പോഴാണ് നമ്മൾ നീര് വരുന്നു അല്ലെ. വൃക്ക രോഗസംബന്ധമായ ലക്ഷണങ്ങളൊക്കെ പ്രകടമായി തുടങ്ങും. കണ്ണിന് മുഖത്ത് നീര് വരിക, കാലിൽ നീര് വരിക, ചൊറിച്ചിൽ വരിക, മറ്റ് അസ്വസ്ഥതകൾ വരിക, ഇങ്ങനെ ഓരോരോ കൺഫ്യൂഷൻ വരിക. ഇങ്ങനെ ആ ഓരോ രോഗത്തിന്റെ അവസ്ഥ അനുസരിച്ച് പല രീതിയിലുള്ള സിംറ്റംസ് വരും. അപ്പൊ ഇതില് നമ്മൾ റീനൽ ആർട്ടറീസിനെ ബാധിക്കും, ഗ്ലോമറുലാർ അപ്പാരറ്റസിനെ ബാധിക്കും, ഈ ഇടയ്ക്കുള്ള കാപ്പിലറീസിനെ ബാധിക്കും. ഇതെല്ലാം ബേസിക്കലി എന്തുവാ? ആർട്ടറിയുടെ രക്തക്കുഴലിന്റെ ല്യൂമൻ അത് ചെറുതായി കട്ടിയായി അതിനെ പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. ഇതെല്ലാം ഡയബറ്റീസ് കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഇതിവിടെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത് ഡെവലപ്പ് ചെയ്യുന്ന 1-2 വർഷം കൊണ്ടല്ല, 10-15 കൊല്ലം എടുത്തിട്ടാണ് വരുന്നത്. അപ്പൊ ഈ 10-15 കൊല്ലം നിങ്ങൾ മരുന്ന് കഴിച്ച് ബ്ലഡ് ഷുഗർ ലെവല് നോർമൽ ആക്കിയാൽ പോലും ഈ അസുഖങ്ങൾ ഒരു 50% ആളുകളിലും വരുന്നുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പിന്നെ കിഡ്നി ഡയാലിസിസ് വരും, പിന്നെ എൻഡ് സ്റ്റേജ് റീനൽ ഫെയിലിയറിലേക്ക് വന്നാൽ പിന്നെ റീനൽ ട്രാൻസ്പ്ലാന്റിലേക്ക് പോകും. ഇതൊക്കെ വളരെ ചെലവ് കൂടിയതും അതേസമയം വളരെ ബുദ്ധിമുട്ടുള്ളതും. ഈ റീനൽ ഡയാലിസിസ് തന്നെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയറാണ്. ഒരിക്കൽ തുടങ്ങിയാൽ നിർത്താൻ തന്നെ പറ്റിയെന്ന് വരില്ല. ആജീവാനൊന്നും അത് ചെയ്യേണ്ടി വരും. അതുകൊണ്ടുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം, മറ്റ് കുടുംബ അംഗങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, സ്വയം ഡിപ്രഷനും പിന്നെ വല്ലാത്ത ഒരു നരകം ആയി. അപ്പൊ ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്ക് നേരത്തെ തന്നെ എന്തുകൊണ്ട് ഡയബറ്റീസ് മാറ്റിക്കൊടുക്കും. അടുത്തത് ഡയബറ്റിക് റെറ്റിനോപ്പതി. റെറ്റിനോപ്പതിയിലെ ഡയബറ്റീസ് ഈ കണ്ണിൽ എന്താണ് ഡയബറ്റീസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ? റെറ്റിനയിലാണ് ഉണ്ടാക്കുന്നത് അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം. കുഞ്ഞു ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെയും വേറൊന്നുമില്ല സ്ഥിതി. അവിടെ മൈക്രോ വാസ്കുലേച്ചറിനെയാണ് ബാധിക്കുന്നത്. നമ്മുടെ വളരെ ചെറിയ രക്തക്കുഴലുകളാണ് റെറ്റിനയിലുള്ളത്. അപ്പൊ ആ റെറ്റിനയിലുള്ള രക്തക്കുഴലുകളുടെ അകത്തുള്ള എൻഡോത്തീലിയൽ ലൈനിങ് കേടാവുന്നു, ഈ എപ്പിത്തീലിയൽ സെൽസ് നശിച്ചു പോകുന്നു. ഇതൊക്കെയാണ് അവിടെയും സംഭവിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ എന്ത് വരും? അതിൽ നിന്ന് ബ്ലഡ് അല്ലെങ്കിൽ ഈ സെറമിന് ലീക്കായി നമ്മുടെ മാക്കുല അല്ലെങ്കിൽ കണ്ണിന് അകത്ത് ഇത് കെട്ടിക്കിടക്കും. അങ്ങനെ കെട്ടിക്കിടന്ന് അവിടെ പിന്നെ ഫൈബ്രോസിസ് വരും. പിന്നെ ഈ ഡയബറ്റീസിന്റെ തന്നെ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ തന്നെ മറ്റ് മെറ്റബോളിക്
കാര്യങ്ങളിലുള്ള ഇടപെടൽ കാരണം അവിടെ ഈ നിയോ വാസ്കുലർ ഫോർമേഷൻ, അതായത് പുതിയ രക്തക്കൊഴലുകൾ ഉണ്ടാകുക, ഫൈബ്രോസിസ്, ഇത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുകയും നമ്മുടെ കാഴ്ച ക്രമേണ നശിച്ചു പോകും. ഇതിനുള്ള രോഗ ലക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ആദ്യം ഫ്ലോട്ടേഴ്സ് കാണും, ഇങ്ങനെ മങ്ങൽ വരിക, പിന്നെ ഡബിൾ വിഷൻ വരിക, മാറി മാറി വിഷൻ മാറി വരിക, ഇതൊക്കെ ആദ്യത്തിലുള്ള ലക്ഷണങ്ങളാണ്. പിന്നീട് നമ്മുടെ വിഷൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതെന്ന് പറയുന്നത് ഇഞ്ചക്ഷൻ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ വിട്രിയൽ ഇഞ്ചക്ഷൻസ് ഒരുപാട് സാധനങ്ങൾ ഇഞ്ചക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇത് സംഭവം പിന്നെ ആദ്യം കുറച്ചൊക്കെ സഹായിക്കുമെങ്കിലും പിന്നീട് ആ ഡ്രഗ് റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യും. എന്ന് മാത്രമല്ല, ഇത് കുറച്ച് കഴിയുമ്പോൾ ഗ്ലക്കോമ പോലുള്ള അസുഖങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്യും. അല്ല കാറ്ററാക്ട് ഒക്കെ ഉണ്ടാവുകയുള്ളൂ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് വന്നു. പക്ഷെ എന്നാലും പൂർണ്ണ നമുക്ക് വിഷൻ കിട്ടത്തില്ല. അതുപോലെ പോയ വിഷൻ തിരിച്ചു കിട്ടത്തില്ല. അതേപോലെ തന്നെയാണ് ഈ ലേസർ ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ലേസർ കൊയാഗുലേഷൻ ആണ് നടത്തുന്നത്. അപ്പോൾ ഈ കൊയാഗുലേഷൻ നടത്തിയാലും നമ്മൾ തിന്നിങ് ഒക്കെ വന്നാലും ആ തിന്നിങ് ഒക്കെ ഇങ്ങനെ വെൽഡ് ചെയ്തും ഒക്കെ വെച്ചാലും ഒരു ലിമിറ്റഡ് പീരീഡിലേക്ക് അതൊക്കെ പ്രയോജനപ്പെടും. അത് കഴിഞ്ഞ് ചില കാര്യങ്ങളൊക്കെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് പോയ വിഷൻ തിരിച്ചു കിട്ടത്തില്ല. ഈ പ്രോഗ്രസ് ചെയ്യുകയും ചെയ്യും. ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് അത് പ്രോഗ്രസ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പ്രധാന പോംവഴി എന്ന് പറയുന്നത് നമ്മൾ ഡയബറ്റിസ് റിവേഴ്സൽ തന്നെയാണ്. കണ്ണിനെ ബാധിച്ച് തുടങ്ങുന്ന എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആ നിമിഷം തന്നെ എന്തുകൊണ്ട് നമുക്ക് ഡയബറ്റിസ് റിവേഴ്സ് ചെയ്തുകൂടാ? 1 വർഷം കൊണ്ട് തന്നെ ഡയബറ്റിസ് റിവേഴ്സ് ചെയ്യാം. ഈ കണ്ണിനെ അത് തീരെ ബാധിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ച പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയും. 1 വർഷം കൊണ്ട് തന്നെ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണുകളെ, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ വൃക്കകളെ സംരക്ഷിക്കാൻ കഴിയും. വളരെ ചെലവേറിയ ചികിത്സകളിലേക്കും അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലേക്കും നരകം അനുഭവിച്ചിട്ടുള്ള മരണത്തിലേക്കും പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ചിന്തിച്ചുകൂടാ? പിന്നെ പെരിഫറൽ വാസ്കുലേച്ചറിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. കാലുകളിലുള്ള മാക്രോ വാസ്കുലർ സിസ്റ്റത്തെ ബാധിക്കും. ആദ്യം ബാധിക്കുന്ന മൈക്രോ വാസ്കുലേച്ചർ, അതായത് കാപ്പിലറീസ് പോലുള്ള. അപ്പോൾ കുറേശ്ശെ അത് ബാധിച്ച് ഞരമ്പുകളെ സപ്ലൈ ചെയ്യുന്ന രക്തക്കൊഴലുകളെ ബാധിച്ച് ഞരമ്പുകൾക്ക് കേടുവന്ന് ഞരമ്പുകളിൽ നീറ്റലും പുകച്ചിലും അതുപോലെ മരവിപ്പ് അങ്ങനെയുള്ള ലക്ഷണങ്ങൾ വന്ന് അവസാനം തീരെ മരവിച്ച അവസ്ഥയിലേക്ക് പോകും. കാല് വെറും റബ്ബർ പോലെയാവും. ഇടിച്ചാലും വെട്ടിയാലും ഒന്നും അറിയാത്ത അവസ്ഥയാവും. ജോയിൻസ് ഡീഫോംഡ് ആവും. ഈ പല സിൻഡ്രോംസിൻ്റെ പേര് പറയും. നീ മുട്ട് ജോയിൻറ്റുകളെല്ലാം ഡീഫോംഡ് ആയി പോകും. കാരണം എത്ര ഇഞ്ചുറി വന്നാലും അത് ഹീലാവത്തുമില്ല, അതേസമയം തിരിച്ചറിയാനും പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയാണ്. അപ്പം ഇത് ഒക്കെ പിന്നെ കാല് മുറിച്ചു മാറ്റേണ്ട അവസ്ഥകൾ വരിക. ഇതൊക്കെ ഒരു നരകിച്ച ഒരു ജീവിതത്തിലേക്ക് അവസാന കാലഘട്ടത്തിൽ നരകം അനുഭവിച്ച് മരിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തപ്പെടും. എന്തുകൊണ്ട് നിങ്ങൾ ഡയബറ്റീസ് വന്ന് ഒരു 5-10 കൊല്ലത്തിന് ഇപ്പുറം വെച്ച് തന്നെ കണ്ടുപിടിച്ചാൽ ഇമ്മീഡിയറ്റ്ലി വിതിൻ 1 ഇയർ മരുന്നുകൾ കംപ്ലീറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഡയബറ്റീസ് പൂർണ്ണമായിട്ടും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴിച്ചു കളയാൻ പറ്റും. വളരെ നിസ്സാരമായ ചില ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മാത്രം മതിയാകും. ചില എക്സസൈസുകൾ ചെയ്യേണ്ടി വരും. സയൻറ്റിഫിക്കലി പിന്നെ ടൈലേർഡ് എക്സസൈസസ് ആണ്. ഇൻഡിവിജ്വലിൻ്റെ അനുസരിച്ചുള്ള എക്സസൈസുകളും പിന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ് അതും ഒരു ഘടകം തന്നെയാണ്. നമ്മുടെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്തും ട്രിഗർ ചെയ്തും അതിനെ സസ്റ്റെയിൻഡ് ആയിട്ട് ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സാണ് സ്ട്രെസ്. അത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ ഭയങ്കരമായിട്ട് കൂട്ടും. അത് നമ്മുടെ ഈ മെറ്റബോളിക് ആയിട്ടുള്ള സകല കാര്യങ്ങളെയും ബാധിക്കും. ഈ ഫ്രീ റാഡിക്കൽസ് വളരെ കൂട്ടും. അപ്പോൾ അതിനെ നമ്മൾ ഡയറ്റിലൊക്കെ കുറേ ചേഞ്ചസ് വരുത്തുക, കുറേ നമ്മളുടെ മൈക്രോ ന്യൂട്രിയൻസ് ഒക്കെ കൂട്ടുന്ന ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക, സിമ്പിളായിട്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുക. നമ്മൾ ഡെയിലി കുറച്ച് സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുക. ഇത് പിന്നെ വളരെ പ്രശ്നങ്ങൾ, വേദനയും മറ്റു കാര്യങ്ങളും അക്യുപഞ്ചർ വളരെ സഹായിക്കും. ഇപ്പോൾ ഡയബറ്റിക് അൾസേഴ്സ് ഒക്കെ തന്നെ വളരെ സിമ്പിളായിട്ട് നോൺ ഹീലിംഗ് അൾസേഴ്സ് വളരെ ഫാസ്റ്റായിട്ട് ഒരു 2-3 ആഴ്ച കൊണ്ട് നമ്മൾ
പിന്നെ അത് ഉണക്കിയെടുക്കാൻ പറ്റും വിത്തൗട്ട് എനി മെഡിസിൻസ് പറ്റുന്നതാണ്. കാരണം മെഡിസിൻ ആൻറ്റിബയോട്ടിക് ചെന്നാൽ പോലും നമ്മുടെ പല അൾസേഴ്സും ഉണങ്ങത്തില്ല. കാരണം അവിടെ ഈ ബയോഫിലിമൊക്കെ ഉണ്ടാകുന്നത് കാരണം അവിടെ നമ്മുടെ ഈ ബാക്ടീരിയയിലേക്ക് അത് എത്തത്തില്ല, അല്ലെങ്കിൽ മൈക്രോബ്സിലേക്ക് ആ ആൻറ്റി മൈക്രോബിയലേക്ക് എത്താത്ത സാഹചര്യമുണ്ട് ഡയബറ്റീസ് നോൺ ഹീലിംഗ് അൾസേഴ്സിൽ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും നമുക്ക് ഈ അക്യുപഞ്ചറിൽ കൂടെ വളരെ അത്ഭുതകരമായിട്ട് അത് ഉണക്കിയെടുക്കാൻ കഴിയുന്നുണ്ട്. അതേപോലെ നീ പെയിൻസ് ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് നീ പെയിനൊക്കെ കുറയ്ക്കാൻ പറ്റും വിത്തൗട്ട് മെഡിസിൻസ്. അതായത് ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള നോൺ സ്റ്റെറോയിഡൽ എൻസൈഡ് മെഡിസിൻസും പിന്നെ വളരെ ശക്തിയേറിയ മെഡിസിൻസൊക്കെ സ്ഥിരമായി ഉപയോഗിക്കേണ്ടി വരുന്നതാണ്. അതൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാം. അതോടൊപ്പം നമുക്ക് നമ്മളുടെ അവയവങ്ങളെ സംരക്ഷിക്കാൻ കഴിയും. നമ്മുടെ അവസാന കാലത്ത് വളരെ ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി നമ്മുടെ മക്കളുടെയും പേരക്കുട്ടികളുടെയും കൂടെ അവർക്കൊരു താങ്ങായി അവർക്കൊരു ആശ്വാസമായി നമുക്ക് വളരെ അനായാസമായി നമ്മുടെ ജീവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേറിട്ട് നമുക്ക് പോകാൻ കഴിയും. അപ്പം അതിന് ഇന്ന് തീർച്ചയായിട്ടും അവസരമുണ്ട്. ഡയബറ്റീസ് നിങ്ങളുടെ അടുത്തുള്ള ഡയബറ്റീസ് റിവേഴ്സൽ സെൻ്ററുകളിൽ നിങ്ങൾ പോകണം. ഇത് സാധ്യമാണ്. അവിടെ ആ ഡയബറ്റീസ് മാറിയ ആളുകളുടെ ടെസ്റ്റിമോണിയൽസ് ഉണ്ടാവും, റെക്കോർഡുകൾ ഉണ്ടാവും. അത് പരിശോധിക്കുക. ഇത് മാറുമോ, ഇത് ഫേക്കാണോ, ഒന്നുമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്ത ഒരു ഡയബറ്റീസ് റിവേഴ്സൽ സെൻ്ററിൽ പോവുകയും ചെയ്യുക. ഇത് കൂടാതെ നിങ്ങൾ ഇത് നിങ്ങളുടെ പരിചയക്കാരെയും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.